ഹലോ നമസ്കാരം റോസൂസ് ടേസ്റ്റിയോസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു അടിപൊളി തകർപ്പൻ സ്നാക്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ പെട്ടെന്ന് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എന്തെങ്കിലും ഒരു പഴം നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ, പഴവും ബ്രെഡും ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിച്ചോളും. അത്ര ടേസ്റ്റാണ്. ഉള്ളിൽ ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു അടിപൊളി സ്നാക്സാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ ആയിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ അടിപൊളി റെസിപ്പീസൊക്കെ നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ കീപ്പ് വാച്ചിങ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് വരാം നമുക്ക്. അതിന് വേണ്ടിയിട്ട് ഞാൻ റോബസ്റ്റ പഴം 4 എണ്ണം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് പഴം വേണമെങ്കിലും എടുക്കാം. ഞാലിപ്പൂവൻ എടുക്കണമെങ്കിൽ എടുക്കാം, നേന്ത്രപ്പഴം എടുക്കണമെങ്കിൽ എടുക്കാം. അപ്പോൾ ഏത് പഴം വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് കട്ട് ചെയ്ത് ഇട്ടിട്ട് ഇതൊന്ന് മാഷ് ചെയ്തെടുക്കണം. മിക്സിയിലൊന്നും ഇട്ടിട്ട് അടിക്കരുത്. മിക്സിയിലിട്ട് അടിച്ചു കഴിഞ്ഞാൽ വല്ലാണ്ട് അങ്ങ് കുഴഞ്ഞു പോകും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതേപോലെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുകയും ചെയ്യും. നമുക്ക് ഒരുപാട് അങ്ങ് ഇതായി പോകത്തുമില്ല. അപ്പോൾ ഇതാകുമ്പോഴത്തേക്ക് എളുപ്പം നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കണം. കുറച്ച് ബട്ടറോ നെയ്യോ ഒഴിച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം 1 ടേബിൾ സ്പൂൺ ബട്ടർ അടിച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്യൂ നട്ട്സ് കുറച്ച് ഇട്ടിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി. അപ്പോൾ നമ്മൾ ആ സ്നാക്ക് കഴിക്കുമ്പോഴത്തേക്ക് ഇടയ്ക്ക് ഇത് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് ഞാൻ ഇട്ടുവെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഉണക്കമുന്തിരിയൊക്കെ ഇഷ്ടമാണെങ്കിൽ അതൊക്കെ ഇടാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മുടെ പഴം ചേർത്ത് കൊടുക്കുകയാണ്. പഴം ചേർത്ത് കൊടുത്തതിന് ശേഷം 1 മിനിറ്റ് പോലും നമ്മൾ ഒന്ന് വഴറ്റണ്ട. ഒരു 10-30 സെക്കൻഡ് ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. ആ ബട്ടറിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു 10-30 സെക്കൻഡ് വഴറ്റിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിപ്പം റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് എടുക്കാം. ബ്രെഡ് വന്നിട്ട് ഞാനിവിടെ ഒരു 6 പീസ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ഈ ബ്രെഡിൻ്റെ അരികുവശം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. എങ്കിൽ മാത്രമേ നമുക്കിതൊന്ന് മടക്കി എടുക്കേണ്ടതല്ലേ. ഇത് റോൾ ചെയ്യുന്ന സ്നാക്കല്ലേ. അപ്പോൾ അതുകൊണ്ട് സൈഡ് വശമൊക്കെ നമുക്കൊന്ന് കളഞ്ഞെടുക്കണം. ഉണ്ടോ, ഇതേപോലെ മുറിച്ചെടുത്താൽ മതി. അങ്ങനെ നമുക്ക് എല്ലാ ബ്രെഡിൻ്റെ അരികുവശം മുറിച്ചെടുക്കാം. ഈ അരികുവശം നമ്മൾ കളയുന്ന സംഭവം അത് കളയേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് നമുക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ബ്രെഡ് ക്രംസ്, നല്ല അടിപൊളി ബ്രെഡ് ക്രംസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അത് ബ്രെഡ് ക്രംസിൻ്റെ വീഡിയോ ഞാൻ പുറകെ ഇടാം കേട്ടോ, അതെങ്ങനെ ചെയ്യുന്നതെന്നുള്ളത്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാൻ സൈഡൊക്കെ കളഞ്ഞിട്ടുള്ള 6 ബ്രെഡിൻ്റെ സ്ലൈസസ് വെച്ചിട്ടുണ്ട് ഞാൻ. ഇനി നമുക്ക് ഓരോ സ്ലൈസും ഇതിപ്പോൾ പൊങ്ങിയിരിക്കുമല്ലേ നമ്മുടെ ബ്രെഡ്. അപ്പോൾ അതൊന്ന് താത്തിയിട്ട് ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കണം. ഇതേപോലെ പരത്തുമ്പോഴത്തേക്ക് ആ പൊങ്ങിയിരിക്കുന്ന ബ്രെഡ് താന്നിട്ട് നമുക്ക് മടക്കിയെടുക്കാൻ, റോൾ ചെയ്യാൻ പറ്റുന്ന ഒരു പരുവത്തിലേക്ക് വരും. ചപ്പാത്തി പരത്തുന്ന ഒരു റോളർ വെച്ചിട്ട് ഇതേപോലെ പരത്തി കൊടുത്താൽ മതിയാവും. അങ്ങനെ നമുക്ക് എല്ലാം പരത്തിയെടുക്കാം. അതിനുശേഷം ഇതിൻ്റെ അകത്തേക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിങ്ങുകളാണ്. ഞാൻ ചോക്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് എടുക്കാം നിങ്ങൾക്ക്, അല്ലെങ്കിൽ ന്യൂട്ടെല്ല എടുക്കാം കേട്ടോ. ന്യൂട്ടെല്ല എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ചോക്ലേറ്റ് എടുത്തത്. പിന്നെ മൈദ എടുത്തിട്ടുണ്ട്. മൈദ ഒന്ന് ഒട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള മൈദയാണ്. പിന്നെ നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചോക്ലേറ്റ് ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ചോക്ലേറ്റ് സ്പ്രെഡ് ചെയ്യേണ്ട, നടുക്ക് വശം സ്പ്രെഡ് ചെയ്താൽ മതി. ഒരുപാട് അരികിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കരുത്. അരികിലേക്ക് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മൾ മടക്കി എടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇത് പുറത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു നടുക്ക് 4 സൈഡ് ഒന്ന് സ്പ്രെഡ് ചെയ്താൽ മതിയാവും. നിങ്ങൾക്ക് പീനട്ട് ബട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ചോക്ലേറ്റ് തന്നെ വേണമെന്ന് നിർബന്ധമില്ല. പീനട്ട് ബട്ടർ ഉണ്ടെങ്കിൽ അത് ചെയ്യുക, അല്ലെങ്കിൽ ന്യൂട്ടെല്ല ചെയ്യാം. എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒന്നും തന്നെ ഇല്ലെങ്കിൽ ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് പഴം മാത്രം വെച്ചാൽ മതിയാവും. ഇപ്പോൾ കണ്ടില്ലേ, സൈഡിൽ ഇതേപോലെ മൈദ വെച്ചിട്ട് ഒട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒട്ടും, അല്ലെങ്കിൽ വെള്ളം വെച്ചിട്ട് ഒട്ടിച്ചാലും മതി കേട്ടോ. അപ്പം ഇനി അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ മൈദ വെച്ചിട്ട് ഒട്ടിക്കുമ്പോഴത്തേക്ക് നമുക്ക് പേടിക്കേണ്ട, സേഫ്റ്റിയാണ്. ഒട്ടും തന്നെ പുറത്തേക്ക് അത് പോകത്തില്ല, ഒട്ടി തന്നെ ഇരുന്നോളും. അപ്പോൾ ഇതേപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ ആ പഴവും ആ ചോക്ലേറ്റിൻ്റെ ആ ഒരു ടേസ്റ്റും എല്ലാം കൂടെ മിക്സ് ചെയ്തൊക്കെ വരുമ്പോൾ കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടമാവും. ഇനിയിപ്പോൾ അതില്ലെന്നുണ്ടെങ്കിലും നമുക്ക് കുഴപ്പമില്ല, നമ്മുടെ ഇഷ്ടത്തിന് ചെയ്തെടുക്കാം. പഴം മാത്രം വെച്ചിട്ട്.
ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഞാൻ 2 മുട്ട എടുത്തിട്ടുണ്ട്. ആ മുട്ട ഒന്ന് പൊട്ടിച്ചതിലേക്ക് ഒഴിക്കാം. മുട്ട വയ്ക്കുന്നത് നമ്മൾ ഇതിലേക്ക് ഒന്ന് കോട്ട് ചെയ്തിട്ടാണ്, മുട്ടയിലേക്ക് ഒന്ന് കോട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മളിത് ടോസ്റ്റ് ചെയ്തെടുക്കുന്നത്. നമ്മൾ എണ്ണയിൽ മുക്കി പൊരിക്കുമല്ല, ജസ്റ്റ് ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇനി മുട്ടയിൽ ഇങ്ങനെ കോട്ട് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് നിങ്ങൾക്ക് ഫ്രൈ ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും. ഇതിപ്പോൾ ഞാൻ എണ്ണയിൽ മുക്കി പൊരിക്കുന്നില്ല, ജസ്റ്റ് ടോസ്റ്റ് ചെയ്തെടുക്കാമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇതേപോലെ കോട്ട് ചെയ്തെടുക്കുക. അങ്ങനെ നമുക്ക് നമ്മൾ വെച്ചിരിക്കുന്ന 6 സ്ലൈസ് ബ്രെഡും നമുക്ക് കോട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. എല്ലാം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഒഴിച്ചു കൊടുക്കാം. ബട്ടറാണ് കൂടുതൽ ടേസ്റ്റ് തരുന്നത്. ഇനി ബട്ടർ കയ്യിലില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം, കുഴപ്പമില്ല. ഒരുപാട് എണ്ണയോ നെയ്യുടെയോ ഒന്നും ആവശ്യമില്ല. വെറും 2 ടേബിൾ സ്പൂൺ ബട്ടർ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് ടോസ്റ്റ് ചെയ്യുന്നത്. ടോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇത്രയും മതിയല്ലോ. എണ്ണയിൽ മുക്കി പൊരിക്കുമ്പോൾ നമുക്ക് കൂടുതൽ എണ്ണ വേണ്ടി വരും. അപ്പോൾ അത് ബ്രെഡ് ക്രംസിൽ മുക്കി പൊരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ബ്രെഡ് ക്രംസിൽ ചെയ്യൂ കേട്ടോ. അന്നേരം കൂടുതൽ എണ്ണ വേണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ നമ്മൾ മുട്ട ഉപയോഗിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് കളർ ചേഞ്ച് ആവും. ഒരു 30 സെക്കൻഡ്സ് ഒക്കെ മതി. 30 സെക്കൻഡ്സ് ഒക്കെ ആകുമ്പോൾ തന്നെ നമുക്കിത് തിരിച്ചിടണം കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും സംഭവം. എന്നിട്ട് അപ്പുറവും ഇപ്പുറവും അതേപോലെ തന്നെ 4 സൈഡും ഒന്ന് ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആവുന്നവരെ ഒന്ന് റെഡിയാക്കി എടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ആയിക്കോളും. മുട്ട ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് അത് കുക്കായി വരും. കണ്ടില്ലേ, പിന്നെ ഉള്ളിലുള്ള സാധനങ്ങളും എല്ലാം കുക്കായതാണ്. ഒരുപാട് നേരം ഇട്ട് നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാമെന്ന്. അപ്പോൾ ഇത് 3 എണ്ണം റെഡി ആയിട്ടുണ്ട്. അതേപോലെ അടുത്ത 3 എണ്ണം കൂടെ നമുക്ക് ഇതേപോലെ തന്നെ ടോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അപ്പുറവും ഇപ്പുറവും മറിച്ചിട്ട് നമുക്ക് ഇത് റെഡിയായി കഴിയുമ്പോഴത്തേക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കൊരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ എന്താ ഒരു പ്രത്യേക ഭംഗിയല്ലേ. ഇത് ബ്രെഡ് വെച്ചിട്ട് ഉണ്ടാക്കിയതാണെന്നൊന്നും പെട്ടെന്ന് ഒരൊറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാലൊന്നും നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയായിരിക്കണമെന്നുള്ളത് കാണിച്ചു തരാം നിങ്ങൾക്ക്. കണ്ടില്ലേ, പഴമൊക്കെ ഉണ്ടെന്ന് പോലും തോന്നില്ല. നമ്മൾ ശരിക്കും ചില ചോക്ലേറ്റൊക്കെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടാവില്ലേ. ഇപ്പോഴും എക്സാമ്പിൾ നമ്മുടെ ബിസ്ക്കറ്റ് ഡാർക്ക് ഫാൻറ്റസിയുടെ അതിങ്ങനെ ഉള്ളിലിങ്ങനെ ചോക്ലേറ്റ് ഇങ്ങനെ ഒഴുകി വരത്തില്ലേ, അതേപോലെ ആയിരിക്കുന്ന ഒരു സ്നാക്കാണിത്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അടുത്ത അടിപൊളിയായിട്ട് റെസിപ്പിയായിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ ബൈ ഫ്രണ്ട്സ്.